പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 27-ഉം 28-ഉം വചനം കാണിച്ചു തരികയാണ്. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാവപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളോട് പറയുന്നത് ഒരുങ്ങിയിരിക്കുവാൻ പറയുകയാണ്. നമ്മൾ തന്നെയാണ് വഞ്ചകരും ചതിയന്മാരും തട്ടിപ്പുകാരും. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ തന്നിട്ട് നമ്മൾ അതനുസരിച്ച് നിൽക്കുന്നതൊന്നും വീക്ഷിച്ച് നോക്കുക. 3-ഓ 4-ഓ എങ്കിലും നമ്മൾ തെറ്റിയായിരിക്കും ജീവിക്കുന്നത്. ദൈവം പറയുന്നത് നമ്മൾ ഒരുങ്ങിയിരിക്കാനാണ് പറയുന്നത്. നമ്മളെ അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം ക്ഷണിച്ചിരിക്കുന്നത്. നമ്മളുടെ ശരീരത്തെ വിശുദ്ധവും നീതിയുള്ളതാക്കി നമ്മൾ മാറ്റണം എന്നാണ്. ദൈവത്തിൻ്റെ സജീവ ബലിയായിട്ട് അത് സമർപ്പിക്കണമെന്നാണ് ദൈവം കാണിച്ചു തരുന്നത്. എല്ലാ അസന്മാർഗികതയിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറണം. കാരണം ക്രിസ്തു മരിക്കുകയും ഉയർപ്പിക്കുകയും ചെയ്തതുപോലെ ക്രിസ്തുവിൽ മരണപ്പെട്ടവർ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ 2-ാം വരവിൽ തീർച്ചയായിട്ടും അവിടെ വിവേചിക്കും, 2 വിഭാഗമായിട്ട് മാറ്റും. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരെ, വിശുദ്ധിയോടെ, തൻ്റെ ശരീരത്തെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ ആലയമായിട്ട് തീർത്തവരെ ദൈവം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ആജ്ഞാസ്വരം കേൾക്കുകയും ദൈവദൂതന്മാരെ സ്വരം ഉയർത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കാഹളത്തിന് മുഴുവൻ അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആകാശത്തിലേക്ക് ഇവിടെ നിദ്ര പ്രാപിച്ചവർ, യേശുവിൽ നിദ്ര പ്രാപിച്ചവർ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ആകാശത്തിലേക്ക് ഉയർപ്പിക്കപ്പെടും. അതിനുശേഷമായിരിക്കും ജീവിച്ചിരിക്കുന്നവരായ നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവർ എല്ലാവരും ഇല്ല, ഒരുങ്ങിയിരിക്കണം. നമ്മളെല്ലാവരും തെറ്റുകാരാണ്, ഈ ലോകത്തിൽ പാപികളാണ്, ബലഹീനരാണ്. അതിൽ നമ്മൾ കുമ്പസാരിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക, അല്ലെങ്കിൽ ആഴ്ചയിലേക്ക് കുർബാനയ്ക്ക് പോവുക. വർഷങ്ങളോളം കുർബാന കാണാൻ പറ്റാത്ത ആളുകളുണ്ട് നമ്മളുടെ ഇടയിൽ. ദൂരെ ജോലിക്ക് പോയിരിക്കുന്നവർ, അവരവിടെ നിന്ന് പ്രാർത്ഥിക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കുക. ബൈബിൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് അവർ പ്രാർത്ഥിക്കുക, മനസ്സിൽ അനുദപിക്കുക. കുമ്പസാരിക്കാൻ അച്ഛനില്ലെങ്കിൽ അനുദപിക്കുക, അവിടെ നിന്ന് അനുദപിക്കുക, ദൈവത്തോട് അനുദപിക്കുക, പ്രാർത്ഥിക്കുക, ഒരുങ്ങിയിരിക്കുക. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.